ഒടുവിൽ സിനഡിന്റെ തീരുമാനം വന്നെത്തി നിൽക്കുന്നത് ഏകീകൃത കുർബാന ഘട്ടം ഘട്ടമായി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടപ്പാക്കണം, അത് പരിഗണിക്കുന്നു എന്ന് തന്നെയാണ്. ഐക്യം അനുരഞ്ജനത്തിലൂടെ നടപ്പാക്കാനാണ് ഏകീകൃതമെന്ന വിശുദ്ധ കുർബാന അർപ്പണ നടപ്പാക്കാൻ തീരുമാനമെടുത്തതെന്ന് സിനഡ് വിശ്വാസികളോട് തുറന്ന് പറയുകയും ചെയ്തു. സിനഡിന് പറയേണ്ടി വന്നിരിക്കുന്നു. അത് പക്ഷേ ഒരു കൂട്ടം ന്യായീകരണങ്ങളുടെ ഇടയിലാണെന്ന് മാത്രം. സിറോ മലബാർ സഭയിൽ ഐക്യം എന്നതുകൊണ്ട് ലക്ഷ്യം വെച്ചത് പൂർണ്ണ തോതിലായിട്ടില്ല എന്നാണ് സിനഡിൻ്റെ നിഗമനം. ഏകീകൃത രീതിയിലുള്ള കുർബാന അർപ്പണം നടപ്പാക്കണം എന്ന സഭാ തീരുമാനം അതിരൂപതയിൽ ഘട്ടം ഘട്ടമായി നടപ്പാക്കുന്ന തീരുമാനത്തെ സിനഡ് അനുഭാവപൂർവ്വം പരിഗണിക്കുന്നുണ്ട്. പ്രതിഷേധം വെടിഞ്ഞ് അനുരഞ്ജനത്തിൻ്റെ പാത സ്വീകരിക്കണമെന്നും വിശ്വാസികളോട് സർക്കുലർ ആഹ്വാനം ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ സിനഡിൻ്റെ അഭിപ്രായം എന്നൊരു സർക്കുലർ ഇറക്കിയിരിക്കുന്നത്. അതിങ്ങനെ പറയുന്നു: ഐക്യമുള്ള സമുദായത്തിന് കാലത്തിൻ്റെ ഗതി മാറ്റാൻ കഴിയുമെന്നും ആരാധനാക്രമത്തിലെ ഐക്യം വിശ്വാസികൾക്കിടയിലുള്ള ആഴമേറിയ സാഹോദര്യത്തിൻ്റെ പ്രകാശനമാണ് എന്നുമുള്ള ബോധത്തിൽ നിന്നുമാണ് വിശുദ്ധ കുർബാന അർപ്പണ രീതിയിൽ ഒരു ഏകീകരണം നടപ്പാക്കാൻ സിനഡ് തീരുമാനിച്ചത്. എന്നാൽ നാം ലക്ഷ്യം വെച്ച ഐക്യം പൂർണ്ണമായും യാഥാർത്ഥ്യമായിട്ടില്ല എന്നത് ദുഃഖകരമാണ്. ഏകീകൃത രീതിയിലുള്ള കുർബാന അർപ്പണം നടപ്പിലാക്കണമെന്ന സഭയുടെ തീരുമാനം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഘട്ടം ഘട്ടമായി നടപ്പാക്കാനുള്ള ശ്രമങ്ങളെ സിനഡ് അനുഭാവപൂർവ്വം പരിഗണിക്കുന്നു. പരിശുദ്ധ സിംഹാസനം അംഗീകരിച്ച ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണ രീതി സംബന്ധിച്ച സിനഡിൻ്റെ തീരുമാനം മാറ്റമില്ലാതെ തുടരുന്നതാണ്. ഏകീകൃത കുർബാന അർപ്പണത്തിന് വേണ്ടി ആഗ്രഹിക്കുകയും നിലപാടെടുക്കുകയും നടപ്പിലാക്കുകയും ചെയ്ത രൂപതകളെയും വ്യക്തികളെയും സഭ പ്രത്യേകം നന്ദിയോടെ ഓർക്കുന്നു. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പ്രത്യേക സാഹചര്യത്തിൽ ഘട്ടം ഘട്ടമായി ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണം നടപ്പാക്കാനുള്ള സിനഡ് തീരുമാനത്തോടെ എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ക്രൈസ്തവാരൂപിക്ക് ചേരാത്ത പ്രതിഷേധ മാർഗങ്ങൾ വെടിഞ്ഞ് അനുരഞ്ജനത്തിൻ്റെ പാത സ്വീകരിക്കാൻ ബന്ധപ്പെട്ട ഏവരെയും ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നു ഈ സർക്കുലർ ജനുവരി 18 ഞായറാഴ്ച സിറോ മലബാർ സഭയിലെ എല്ലാ ഇടവക പള്ളികളിലും സ്ഥാപനങ്ങളിലും സമർപ്പിത ഭവനങ്ങളിലും പരിശീലന കേന്ദ്രങ്ങളിലും മേജർ സെമിനാരികളിലും വിശുദ്ധ കുർബാന മധ്യേ വായിക്കേണ്ടതാണ്. സിനഡ് കൂടി ഈ സർക്കുലർ ഇറക്കിയ മെത്രാന്മാരോട് ഒരു ചോദ്യമുണ്ട്. അത് സിനഡിന് മുമ്പാണ്. ക്രൈസ്തവ അരൂപിക്ക് ചേരാത്ത പ്രതിഷേധം ഒഴിവാക്കണം എന്നൊരു പ്രസ്താവന സിനഡാന്തര സർക്കുലറിൽ നേരത്തെ കേട്ടു. കലൂർ സ്റ്റേഡിയത്തിൽ ജനാഭിമുഖ കുർബാന വേണമെന്ന് പറഞ്ഞ് ചില വിമത വൈദികർ സമരം നടത്തിയത് അത് ക്രൈസ്തവ അരൂപിക്ക് ചേർന്നാണ്. എറണാകുളം ബസലിക്ക പള്ളിയിൽ ജനാഭിമുഖ കുർബാന പ്രത്യക്ഷത്തിൽ നടത്തിയത് അത് ഈ ക്രൈസ്തവ അരൂപിക്ക് ഉചിതമാണ്. ദിവ്യകാരുണ്യം കയ്യിൽ പിടിച്ച് ബസലിക്ക പള്ളിയിലേക്ക് വന്ന മാർപ്പാപ്പയുടെ പ്രതിനിധി സിറിൽ വാസിൽ പിതാവിനെ തെറിവിളിച്ചതും കുപ്പിയെടുത്തെറിഞ്ഞതുമൊക്കെ ഈ ക്രൈസ്തവ അരൂപിക്ക് ചേർന്നതാണ്. പ്രസാദഗിരി പള്ളിയിൽ കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്ന തിരുവസ്ത്രമണിഞ്ഞ തോട്ടുപുറം അച്ഛനെ അൾത്താരയിൽ വിമതർ ചവിട്ടി വീഴ്ത്തിയത് അതും ഈ ക്രൈസ്തവ അരൂപിക്ക് ചേർന്നതാണ്. സ്വന്തം സഭയോട് തന്നെ വിശ്വാസമില്ലാത്തവരെ മെത്രാന്മാരാക്കിയാൽ ഇതിലപ്പുറവും സഭയിൽ നടക്കുമെന്നല്ലാതെ മറ്റൊന്നും പറയാനുമില്ല. എങ്കിലും വിശുദ്ധ കുർബാന, ഏകീകൃത കുർബാന തന്നെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഘട്ടം ഘട്ടമായി നടപ്പാക്കാമെന്നും അതിനെ സിനഡ് പിന്തുണയ്ക്കുന്നു എന്നും അനുഭാവപൂർവ്വം പരിഗണിക്കുന്നു ആവശ്യമെന്നും ഒക്കെ പറയുകയും അത്തരമൊരു ഏകീകൃത കുർബാന നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന അതിരൂപതയിലെ മറ്റ് ഇടവകകളെയും പള്ളികളെയും ഒക്കെ നന്ദിയോടെ ഓർക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ വിശ്വാസികൾക്ക് ഒരു പ്രത്യാശയുടെ കിരണം തന്നെ നാമ്പെടുത്ത് വരുന്നുണ്ട്. അതിനിടയിലാണ് ഈ ക്രൈസ്തവ അരൂപികളുടെ പരാമർശം. എന്തായാലും എല്ലാം നല്ലതിനെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു.